ഹായ് കൂട്ടുകാരെ, ഈ പൂന്തോട്ടത്തിൽ വന്നിരിക്കാൻ നല്ല രസമാണ്. പൂമ്പാറ്റകളും തുമ്പികളും എൻ്റെ അരികിലൂടെ പറന്നു കളിക്കും. ചിലപ്പോഴൊക്കെ അവരെനിക്ക് കഥകളും പറഞ്ഞു തരും. നിങ്ങളെ പോലെ തന്നെ നല്ല കഥകളും പാട്ടുകളും കേൾക്കാൻ എനിക്കും വളരെ ഇഷ്ടമാണ്. കൂട്ടുകാർക്ക് ഞാൻ നല്ലൊരു പാട്ട് കേൾപ്പിച്ചു തരാം. അതിമോഹിയായ ഒരാളെ കുറിച്ചുള്ള പാട്ട്. ആഗ്രഹങ്ങൾ നല്ലതാണ്, പഠിച്ച് വലിയവരാകാൻ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ കേട്ടോ, അതിനായി ശ്രമിക്കുകയും വേണം. എന്നാൽ ആഗ്രഹം അത്യാഗ്രഹമായാലോ? ഇതാ ഈ പാട്ട് കേൾക്കൂ. മൊട്ടത്തലയൻ കുട്ടപ്പൻ കൊട്ടയുമായി വരുന്നുണ്ടേ. കൊട്ടയിൽ നിറയെ മുട്ടയുമായി ഓടി നടക്കും കുട്ടപ്പൻ, ഓടി നടക്കും കുട്ടപ്പൻ. മൊട്ടത്തലയൻ കുട്ടപ്പൻ കൊട്ടയുമായി വരുന്നുണ്ടേ. കൊട്ടയിൽ നിറയെ മുട്ടയുമായി ഓടി നടക്കും കുട്ടപ്പൻ, ഓടി നടക്കും കുട്ടപ്പൻ.
കുട്ടപ്പൻ കൊട്ട തലയില് വെച്ചപ്പം ഓരോരോ ചിന്തകൾ കാടുകേറി. മുട്ടകൾ വിറ്റിട്ട് കിട്ടുന്ന കാശിന് ആടുകൾ 4 എണ്ണം വാങ്ങിയിടണം. കുട്ടപ്പൻ കൊട്ട തലയില് വെച്ചപ്പം ഓരോരോ ചിന്തകൾ കാടുകേറി. മുട്ടകൾ വിറ്റിട്ട് കിട്ടുന്ന കാശിന് ആടുകൾ 4 എണ്ണം വാങ്ങിയിടണം. പോറ്റി വളർത്തി പെരുപ്പിക്കും ആടിനെ ചന്തയ്ക്ക് പോയത് വിറ്റിടണം. കിട്ടിയ കാശു കൊണ്ടത്രയും നല്ല 10 പശുക്കളെ വാങ്ങിയിടണം. പോറ്റി വളർത്തി പെരുപ്പിക്കും ആടിനെ ചന്തയ്ക്ക് പോയത് വിറ്റിടണം. കിട്ടിയ കാശു കൊണ്ടത്രയും നല്ല 10 പശുക്കളെ വാങ്ങിയിടണം. പെറ്റു വളർന്ന പശുക്കളെ വിറ്റിട്ട് ഒട്ടേറെ വാഹനം ഒപ്പിക്കണം. എല്ലാറ്റിൽ നിന്നും ലഭിക്കും ലാഭത്തിനാൽ 2 നില വീടൊന്നുണ്ടാക്കണം. പെറ്റു വളർന്ന പശുക്കളെ വിറ്റിട്ട് ഒട്ടേറെ വാഹനം ഒപ്പിക്കണം. എല്ലാറ്റിൽ നിന്നും ലഭിക്കും ലാഭത്തിനാൽ 2 നില വീടൊന്നുണ്ടാക്കണം. കുട്ടപ്പനാരെന്ന് ചോദിക്കും നേരത്ത് രാജാവെന്ന് ജനമോതിടണം. മട്ടത്തിൽ വീടിന്റെ മച്ചിലിരുന്നിട്ട് കാര്യങ്ങളൊക്കെയും നോക്കിയിടണം. കുട്ടപ്പനാരെന്ന് ചോദിക്കും നേരത്ത് രാജാവെന്ന് ജനമോതിടണം. മട്ടത്തിൽ വീടിന്റെ മച്ചിലിരുന്നിട്ട് കാര്യങ്ങളൊക്കെയും നോക്കിയിടണം. ഏറെ ദൂരം പോയില്ല, നേരമൊട്ടും ആയില്ല. കൊട്ടയിൽ നിറയെ മുട്ടകളാണ്, കാര്യം കുട്ടൻ ഓർത്തില്ല, കാര്യം കുട്ടൻ ഓർത്തില്ല. വഴിയിലിരിക്കും പേപ്പട്ടി ചാടി കടിക്കും, അയ്യയ്യോ ഞെട്ടി വിറച്ചു കുട്ടപ്പൻ. വട്ടിയുമായി നിലം വിട്ടേ, വട്ടിയുമായി നിലം വിട്ടേ. തട്ടിയും മുട്ടിയും മുട്ടകളെല്ലാം പൊട്ടിപ്പോയി തീർന്നല്ലോ. കിട്ടിയ മുട്ടകൾ കൊട്ടയിലാക്കി കുട്ടപ്പൻ അവിടം വിട്ടേ. എന്റെ അമ്മ, അയ്യോ കഷ്ടം. അതിമോഹം ആർക്കും നന്നല്ല, അത് വിട്ട ചിന്തയും ശരിയല്ല. അതിനാലേ വരും ഈ വിപത്തിന്റെ കാര്യം മറ്റാർക്കും പറയാൻ കഴിയില്ല. അതിനാലേ വരും ഈ വിപത്തിന്റെ കാര്യം മറ്റാർക്കും പറയാൻ കഴിയില്ല. അതിമോഹം ആർക്കും നന്നല്ല, അതിമോഹം ആപത്ത് ക്ഷണിച്ചു വരുത്തും. ഈ പാട്ടിൽ നല്ലൊരു ഗുണപാഠമുണ്ട്. എന്താണെന്ന് പറയാമോ? അറിയിക്കുന്നതേ ആഗ്രഹിക്കാവൂ, അല്ലേ കൂട്ടുകാരെ? പമ്പൻ ചിമ്പു. മാവിൻ കൊമ്പിലെ പൂങ്കുലയിൽ കുടിയിരിക്കണ പൂമ്പാറ്റ്. കൂട്ടുകാരെ, പൂമ്പാറ്റ് വരുന്നു. കുട്ടിക്കഥകളും പാട്ടുകളുമായി പൂമ്പാറ്റ് വരുന്നു. ഡോൺ ആനിമേഷൻ നിർമ്മിക്കുന്ന അടുത്ത കാർട്ടൂൺ ഫിലിം പൂമ്പാറ്റ. മറക്കാതെ കാണണം കേട്ടോ. പൂമ്പാറ്റ. പമ്പൻ ചിമ്പു. നീ ആരോ വരുന്നുണ്ടല്ലോ. അത് നമ്മുടെ ചിമ്പുവാണല്ലോ. ചിമ്പു ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. നന്നായി. ചിമ്പുവിന് നല്ല കഥകൾ അറിയാം. ഹായ് ചിമ്പു. ചിമ്പു എന്താ ഈ വഴിക്ക്? ഹായ് ചിഞ്ചു. ഞാൻ ചിഞ്ചുവിനെ കാണാൻ വന്നതാ. ഹാവ്, നടന്ന് നടന്ന് കാല് കുഴഞ്ഞു.
ചിമ്പു എനിക്ക് നല്ലൊരു കഥ പറഞ്ഞു തരാമോ? കഥയോ? നല്ല കഥയായി. പ്ലീസ് ചിമ്പു, ഒരു കഥ കേൾക്കാൻ കൊതിയാകുന്നു. ശരി, എങ്കിൽ എന്റെ കഥ തന്നെ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു വരികയായിരുന്നു. ഹലോ ടിമ്പു, എന്തടേ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുന്നതേ? ആ ചിമ്പു, നിന്നെ കണ്ടത് നന്നായി. വിശന്നിട്ട് വയ്യടേ. താൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാടേ. ആ, ഒരു വഴിയുണ്ട്. ആ, നമുക്ക് ഈ വഴിക്ക് പോകാം. തമാശ വിടടേ. ശരി ശരി, തനിക്ക് ചാപ്പിടാൻ എന്തെങ്കിലും വേണം, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് ഒന്നിനെ തരപ്പെടുത്തി തന്നിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോ തനിക്ക് വേണ്ടേ? നോ ഡിയർ, ഞാൻ നന്നായി ബ്രേക്ക്ഫാസ്റ്റ് തട്ടിയിട്ടാ വരുന്നത്. എന്തായിരുന്നു കോള്? ഞാൻ രാവിലെ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുലിയണ്ണനുണ്ട് നല്ല ചുള്ളനൊരു മുയലിനെയും പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നെ കണ്ടതും പുലിയണ്ണൻ ഒരൊറ്റ ഓട്ടം. ഞാനുണ്ടാ വിടുന്നു. പുലിയണ്ണനെ ഓടിച്ചിട്ട് പിടിച്ച് മുയലിനെ ഞാനകത്താക്കി. പുലിയണ്ണൻ ജീവനും കൊണ്ടോടി. എന്റെ അമ്മോ, വെറുതെ അല്ല നിന്നെ എല്ലാവരും വമ്പൻ ചിമ്പൂന്ന് വിളിക്കുന്നത്. എടാ ടിമ്പു, താൻ കോളടിച്ചില്ലടേ. ദേ ആരാ നിൽക്കുന്നതെന്ന് നോക്കിക്കേ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. ഹായ്, ഉഗ്രൻ സാധനം. താൻ ഇവിടെ ഒളിച്ചിരിക്കേ, ഞാൻ പതുക്കെ ചെന്ന് ക്യാച്ച് ചെയ്തോണ്ട് വരാം. ഈശ്വര, വമ്പൻ ചിമ്പു ഇന്ന് ഇവന്റെ കയ്യിൽ പെട്ടത് തന്നെ. എങ്ങനെ രക്ഷപ്പെടും? ആ, പറന്ന് ആ മരക്കൊമ്പിൽ ചെന്നിരിക്കാം. പിന്നെ ഒരുത്തിനും പിടിക്കാൻ കിട്ടില്ല. അയ്യടേ, 11 രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. എന്തായടേ? ചെറിയൊരു മിസ്സിങ്. നീ വിഷമിക്കണ്ട, 11 ഇന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. തനിക്ക് മരത്തിൽ കയറാൻ അറിയാമോ? ഓ പിന്നെ, കേറാൻ അറിയാം, പക്ഷേ ഇറങ്ങാൻ അറിയില്ല. ശരി, ഞാനൊന്ന് ട്രൈ ചെയ്യാം. താൻ പോയിട്ട് എവിടുന്നെങ്കിലും ഒരു കോണി സംഘടിപ്പിച്ച് വാടേ. ഈശ്വര കാത്തോളനെ. റെഡി, 1 3 2 4 5 2 3 4. എന്റെ അസ്ഥിയുടെ എല്ലൊടിഞ്ഞേ, ദൈവമേ, അയ്യോ, അയ്യോ. ആ, മറ്റൊരു വഴിയുണ്ടേ. വന്ന വഴിയായിരിക്കും. താനൊരു മുഴുത്ത കല്ലെടുത്തു വാ. ഒന്നാമേറിൽ കൊണ്ടില്ലെങ്കിൽ രണ്ടറിയും ഞാൻ കണ്ടോളൂ. ഉന്നം തെറ്റി. 11 ആളിത്തിരി കടുകട്ടിയ. രണ്ടാമേറും കൊണ്ടില്ലെങ്കിൽ 3 അറിയും ഞാൻ കണ്ടോളൂ. വീണ്ടും ഉന്നം തെറ്റി. മൂന്നാമേറിൽ കൊണ്ടില്ലെങ്കിൽ 4 7 5 2. താൻ ആ കല്ലിങ്ങോട്ട് താടേ. എന്താ ഉന്നം. 11 ആള് സൂപ്പർ സ്റ്റാർ ആണ് കേട്ടോ. ചേട്ടനെ വിശക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പണി തുടങ്ങട്ടെ. ആ വേല മനസ്സിലിരിക്കട്ടെ. 11 നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തട്ടാം. പക്ഷേ എങ്ങനെ തട്ടും? നമുക്കിവനെ ചുട്ടു തിന്നാം. ആർക്ക് വേണം ചുട്ട കോഴി? നമുക്കിവനെ പൊരിച്ചടിക്കാം. എന്താ? ഹേയ്, അത് പറ്റില്ല. എണ്ണയിൽ പൊരിച്ചതൊന്നും എനിക്ക് പറ്റില്ല. കൊളസ്ട്രോളിന്റെ അസുഖമുണ്ടേ. പൊരിച്ചു തന്നെ തിന്നണം. പറ്റില്ല പറ്റില്ല, ഇവനെ ചുട്ടു തന്നെ തിന്നണം. പൊരിച്ചു തന്നെ തിന്നണം.
ഒന്നും പറയണ്ട, ഇവനെ പൊരിച്ചിട്ട് തന്നെ തിന്നണം. പൊരിച്ച് തിന്നണം. പൊരിച്ച്, പൊരിച്ച്, പൊരി, പോ, പോ, ഛെ, പോ, പൊരിച്ച്, പൊരി, പോ, 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 ഇത് തന്നെ അവസരം. പൊരി, മുങ്ങാം. പോ, പോ. അവനതാടെ ഓടുന്നു. എടുക്കട കല്ല്. എടാ ചിമ്പു, നമ്മൾ ആവശ്യമില്ലാതെ വാശി പിടിച്ചു, അതുകൊണ്ടാ കിട്ടിയതൊക്കെ നഷ്ടപ്പെട്ടത്. ശരിയാണ്, വാശിക്ക് നാശം. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ചിമ്പുവിന്റെ അനുഭവ കഥ? അനാവശ്യ കാര്യങ്ങൾക്ക് ഒരിക്കലും വാശി പിടിക്കരുത്, അല്ലേ ചിമ്പു? ശരി, നാളെ തീർച്ചയായും വരണം കേട്ടോ. വമ്പൻ ചിമ്പു. കുട്ടാപ്പി. കുട്ടാപ്പി, എങ്ങോട്ടാ ഇത്ര നേരത്തെ? ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. കുഞ്ഞേ കുഞ്ഞേ പട്ടി കുഞ്ഞേ അമ്മ എവിടെ പോയി? അവരൊക്കെ വളർന്ന് വലുതായപ്പോ ഈ അമ്മയെ വേണ്ടാതായി. അമ്മാവാ അമ്മാവാ ഗജവീരനമ്മാവാ, ഈ മരം പിഴുതു മറിക്കാൻ കാരണമെന്താണമ്മാവാ? നല്ല കഥ. കുട്ടാപ്പിന്റെ അച്ഛൻ അവര് ചങ്ങലക്കിട്ടത് കണ്ടില്ലേ? എന്തിനാണ് മനുഷ്യരിങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്? അപ്പുറം ചെണ്ടവാദ്യം, മറുപുറം കുഴൽ നാദം, അതിനിടെ അങ്ങിങ്ങുമായി പല പല കോലാഹലം. അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. കാലത്ത് നേരത്തെണീക്കണം, വേഗത്തിലൊന്നു നടക്കണം. ഈ തോക്ക് പൊട്ടുമോ? നിലത്ത് വീണാ പൊട്ടും. മത്തൻ വെള്ളരി കക്കിരിക്ക, 10 ഗുണം പപ്പായക്ക, ഇളവൻ കുമ്പളം ഓമക്ക, പ്ലാവിൽ കാണാലോ ചക്ക. പ്രിയപ്പെട്ട കുട്ടികളെ, പുഴകൾ ഭൂമിയുടെ രക്തക്കുഴലുകളാണ്. അതിലൂടെ മലിനജലം ഒഴുകിയാൽ ഭൂമി മരിക്കും. മുത്തിയമ്മ 10 മക്കൾ പെറ്റേ, 10 ആൾക്കും ഓരോ ജോലി ലഭിച്ചേ. വെടിവെച്ചിട്ട് സോറി പറയുന്നു. നാട്ടിലേക്ക് ഞാനിനി വരുന്നില്ല. നാട്ടിൽ ജീവിക്കാൻ എനിക്ക് പേടിയാ. പൊതുവഴിയിൽ കവലകളിൽ വിളവൂറും മണ്ണുകളിൽ പ്ലാസ്റ്റിക്കിൻ കീസുകൾ എറിയുന്നു നമ്മൾ. എല്ലാവരും കുട്ടാപ്പിയെ കണ്ടു പഠിക്കണം. കുട്ടാപ്പി.
ഒത്തിരി പണിയുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഞാനും കൂടി വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി. നന്നായി. വീടും പരിസരവും വൃത്തിയാക്കിയില്ലെങ്കിൽ ഈച്ചയും കൊതുകും പെറ്റുപെരുകും. അതുകൊണ്ടാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള കുഞ്ഞവറാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാ. അവർക്ക് എന്ത് പറ്റി? ചിഞ്ചു അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ കേട്ടോ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. കഞ്ഞി കുടിച്ചവറാനും ബീവിയും ഒന്നു മയങ്ങാൻ ചെന്നേ. കഞ്ഞി കുടിച്ചവറാനും ബീവിയും ഒന്നു മയങ്ങാൻ ചെന്നേ. കണ്ണിലുറക്കം വന്നിടും മുമ്പേ വയറിനു വേദന വന്നേ. വയറിനു വേദന വന്നേ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. കിട്ടിയ വണ്ടിയിൽ കേറിയവറാൻ ബീവിയും ഡോക്ടറെ കണ്ടേ. കിട്ടിയ വണ്ടിയിൽ കേറിയവറാൻ ബീവിയും ഡോക്ടറെ കണ്ടേ. ഡോക്ടർ വയറിൽ തടവിയും ഞെക്കിയും പല പല ചോദ്യം തന്നെ. പല പല ചോദ്യം തന്നെ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. സൂചിയും ഗുളികയും പലതും നൽകി വേദന മാറും ചൊന്നേ. സൂചിയും ഗുളികയും പലതും നൽകി വേദന മാറും ചൊന്നേ. തിന്നതിലെന്തോ വന്നതു കാരണമാണീ വേദന പൊന്നേ. ആണീ വേദന പൊന്നേ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. വീട്ടിൽ ചെന്നവറാനും ബീവിയും കഞ്ഞിയിലിച്ചേ കണ്ടേ. വീട്ടിൽ ചെന്നവറാനും ബീവിയും കഞ്ഞിയിലിച്ചേ കണ്ടേ. ഈച്ച വരുത്തിയതാണീ രോഗം എന്നവർ നേരിലറിഞ്ഞേ. എന്നവർ നേരിലറിഞ്ഞേ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. കഞ്ഞി കുടിച്ചവറാനും ബീവിയും ഒന്നു മയങ്ങാൻ ചെന്നേ. കഞ്ഞി കുടിച്ചവറാനും ബീവിയും ഒന്നു മയങ്ങാൻ ചെന്നേ. കണ്ണിലുറക്കം വന്നിടും മുമ്പേ വയറിനു വേദന വന്നേ. വയറിനു വേദന വന്നേ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ലവരന്നേരം. വമ്പൻ ചിമ്പു. എന്താ കൂട്ടുകാരെ, കേട്ടില്ലേ? കുറച്ച് ശ്രദ്ധിച്ചാൽ പല രോഗങ്ങളും വരുന്നത് നമുക്ക് തടയാനാവും. നഖം മുറിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാ നമ്മുടെ കഴുത ചേട്ടൻ വരുന്നു. ചിഞ്ചു, ഞാൻ പോട്ടെ. അച്ചൂസി നിൽക്കു. നമുക്ക് കഴുതച്ചേട്ടന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഞാൻ കഴുതയാണ്, ശരി തന്നെ. എനിക്ക് ബുദ്ധിയില്ലെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ എനിക്കും എൻ്റെതായ ബുദ്ധിയുണ്ട്. എന്താ കഴുത
കൈത ചേട്ടാ ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടുവരുന്നത്? അല്ല ചിഞ്ചു, മറ്റുള്ളവരെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? കൈത ചേട്ടൻ കാര്യം എന്താണെന്ന് പറ. എന്തു പറ്റി കൈത ചേട്ടാ? ഓ, ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ യജമാനനെയും കൂട്ടി ചന്തയിലേക്ക് പോവുകയായിരുന്നു. ഹോ, ഈ മനുഷ്യന് എന്തൊരു ഭാരം, നാശം. ചേ, മനസ്സുകൊണ്ട് ആരെയും പഴിക്കുന്നത് ശരിയല്ല. ഒന്നുമില്ലെങ്കിലും എനിക്ക് ഭക്ഷണം തരുന്ന ആളല്ലേ. മുതലാളിയോട് നല്ല 1-2 വാക്കുകൾ പറയാം. എന്താ മുതലാളി ഒന്നും മിണ്ടാത്തത്? നമുക്കെന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ക്ഷീണമറിയില്ല. നിന്നോടൊക്കെ എന്തു പറയാനാ, നീ വിവരമില്ലാത്ത കഴുതയല്ലേ. എന്താ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ? നല്ല രീതിയിൽ പെരുമാറിയാലും കുറ്റപ്പെടുത്തും. മുതലാളി, ആരെയും അങ്ങനെ ആക്ഷേപിക്കരുത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവും ബുദ്ധിയുമുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. ഏത് കഴുതയാ തനിക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞത്? മരമണ്ടൻ. മുതലാളിക്ക് എന്നെപ്പറ്റി നല്ല ബഹുമാനം തോന്നിയിട്ടുണ്ട്. ഒന്നുകൂടി സന്തോഷിപ്പിക്കാം. മുതലാളി, ഞാനൊരു പാട്ട് പാടട്ടെ? ഇവൻ മിക്കവാറും എന്നെ കൊണ്ട് മേടിക്കും. എന്റെ മുത്തച്ഛൻ വലിയ പാട്ടുകാരനായിരുന്നു. കഴുതരാഗം. കഴുതേ, ഇല്ലാത്ത കഴിവുകളെപ്പറ്റി പൊങ്ങച്ചം പറയരുത്. ഓരോരുത്തരും ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്യുക. പാട്ട് കേൾക്കാനല്ല നിന്നെ ഞാൻ പോറ്റുന്നത്, എന്നെ ചുമക്കാനാണ്. മനസ്സിലായോ? ഈ മുതലാളി ഒരു അഹങ്കാരി തന്നെ. മുതലാളി, സംഗതി അല്പം അപകടമാ. ഈ പാലത്തിന് നമ്മെ രണ്ടുപേരെയും താങ്ങാനുള്ള ഉറപ്പില്ല. കണ്ടില്ലേ ഇളകുന്നത്? പാലം പൊട്ടിയാൽ നമ്മൾ രണ്ടുപേരും വെള്ളത്തിൽ വീഴും. എടാ മണ്ടൻ കഴുതേ, നീ എന്നെ ബുദ്ധി ഉപദേശിക്കുന്നോ? മര്യാദക്ക് നടക്ക്. അയ്യോ മുതലാളി, നമുക്കൊരു കാര്യം ചെയ്യാം. മുതലാളി എന്റെ പുറത്തു നിന്ന് താഴെ ഇറങ്ങ്. എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കായി അക്കരെ കടക്കാം. ആദ്യം മുതലാളി, പിന്നെ ഞാൻ. എനിക്ക് ഇറങ്ങാനൊന്നും വയ്യ. നിന്റെ ഒരു കൊരട്ട് ബുദ്ധി. താൻ നടക്ക്. പാലത്തിന് നല്ല ഉറപ്പുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. ബുദ്ധിയില്ലാത്ത കഴുത. എന്നാൽ അനുഭവിച്ചോ. അയ്യോ അമ്മേ, അയ്യോ അമ്മേ. മുതലാളി പറയുന്നത് സത്യമാണെങ്കിൽ ഏത് കഴുത പറഞ്ഞാലും വിശ്വസിക്കണമെന്ന് മനസ്സിലായില്ലേ? ആരെയും വെറുതെ ആക്ഷേപിക്കരുതെന്ന് മനസ്സിലായില്ലേ? വമ്പൻ ചിമ്പു. എന്താ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാ കഥകളും പാട്ടുകളും ഇഷ്ടമായില്ലേ? നിങ്ങൾക്കും ധാരാളം കഥകളും പാട്ടുകളും അറിയില്ലേ? അടുത്ത തവണ നമുക്കതെല്ലാം കേൾക്കാം. Gotta do is look for the bare necessities, the simple bare necessities. Forget about your worries and your strife. I mean the bare necessities are Mother Nature's recipes that bring the bare necessities of life. Wherever I wander, Oh, Shami. wherever I roam, I couldn't be found. Hi, Dairy Queen. Big home. Do you know what time is it?
necessities. Forget about your worries and your strife. It's time to sleep. It's Aki. Please leave me for a while. This film is so interesting. That bring the bare necessities of life. Wherever I wander, Shami, please understand. Sleepless night will affect your studies, so early to bed and early to get up. home. The bees are buzzing in the Really? tree to make some honey just for. See you. Hey, stop! Stop! Do you know what are you doing? We are playing. Oh, what a pity. Can't you see that vehicle's running so fast on the road? Yes, but we care. No, it's very dangerous playing on the road. A place for everything and everything in its place. I mean, you go to the playground. Ha, that's right. We never thought of it. Let's go to the playground. Bye, baby queen. See you. Thank you. Shamin, Jubana, please switch off the TV. Let's go for shopping. Yes, we are ready, ma'am. Please switch off the TV. Hi, Shamim. Jubana, ensure your security. What? Security? Yeah, I mean your seatbelt. Yes, we have to tie it. Hi, Shami. Wow! What are you doing? I'm throwing the empty packet out. Why? This is waste. No. Don't you know that you are doing wrong? Never throw the waste on the roadsides. We have to keep clean our surroundings. Shamin, you know, environmental cleanness is just like your personal hygiene. You are right, baby queen. I'm sorry. See you.
Are you smoking? Yeah, it's just for fun. Fun? Is it fun? It's a bad habit. Smoking is very, very dangerous. It may cause you death. This is the first time we smoke. Hey, big lie. Yes. But we can stop whenever we want. Quite impossible. Once you're addicted, then you can't stop it. So stop it now. Oh my God. May the simple beginning of a bad habit must not be the everlasting habit. Baby Queen is right. I never smoke. Yes, we too never smoke. Thank you, Baby Queen. We were not aware about it. Right.